നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. തല്ലണ്ടെന്നല്ലേ പറഞ്ഞത്? പിന്നെ ഇവള് എന്തായി കാണിച്ചത്? ഇവളെയൊക്കെ ഇങ്ങനെ തല്ലാതെ വളർത്തിയോണ്ടാ ഇത്രയും വഷളായത്. ഇപ്പൊ വന്ന് അനുസരണം എന്ന് പറയുന്ന ഒരു സാധനമില്ല. പോട്ടടി, കുഞ്ഞല്ലേ ഇത്? കുഞ്ഞെന്നും പറഞ്ഞ് കൊഞ്ചിച്ച് ഇവൾ ഇത്രയും വഷളായത്. ഇപ്പത്തെ ഒരു വക പറഞ്ഞു കേക്കില്ല, പറയുന്നത് മുഴുവൻ തർക്കുത്തരവും. എനിക്കൊന്നും വേണ്ട, അച്ഛൻ വന്നാലേ ഞാൻ കഴിക്കൂ. നിന്റെ അച്ഛൻ വരില്ല. നീ ഇനി എത്ര കാത്തിരുന്നാലും വരില്ല. ഇനിയിപ്പോ വരാൻ പോയാലുവേ ഞാൻ വരാൻ സമ്മതിക്കില്ല. എന്നെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കാൻ പറ്റുന്ന ഞാൻ വാശി പാടില്ലല്ലോ. വേണ്ട, അമ്മ എന്താ ഉള്ളെന്ന് വെച്ചാൽ എടുത്തോണ്ട് വാ. പിള്ളേർക്ക് ഇത്രയും അഹങ്കാരം പാടില്ല. നിനക്കെന്താടി ഭ്രാന്തോ? പിള്ളേർക്ക് ഇത്രയും അഹങ്കാരം പാടില്ല. ഇവളെ ഒന്ന് കഴിപ്പിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. ഇടി, നിനക്കെന്താ ഭ്രാന്തായോ? അതെ, എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. എല്ലാരും കൂടി എന്നെ അങ്ങോട്ട് ഭ്രാന്തിയാക്കി. എന്റെ ശാലിനി, നീ ഒന്ന് അടങ്ങ്. ഇടി, കുഞ്ഞിനെ ഞാൻ ചോറ് കഴിപ്പിച്ചോളാം. നീ നിനക്കെന്താ എഴുതാനില്ലേ? പോ എഴുതു പോ. സത്യയുടെ കാര്യം നീ നോക്കണ്ട, ഞാൻ കഴിപ്പിച്ചോളാം. പോവാനല്ലേ പറഞ്ഞേ? പോകാൻ. മോളെ, നീ എന്താ ഈ കാണിച്ചു വെച്ചേക്കുന്നേ? നിനക്ക് തല്ല് കിട്ടിയപ്പോ മതിയായല്ലോ. ഞാൻ പറഞ്ഞപ്പോ ചോറ് കഴിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ? എന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ എന്നെ ഇങ്ങനെ തല്ലാൻ സമ്മതിക്കുമായിരുന്നോ? ഞാൻ പിണക്കുവാ. ശാരദാമ്മയോടും പിണക്കുക, എന്റെ അമ്മയോടും പിണക്കുക. അതിന് ഞാൻ എനിക്ക് എന്റെ അച്ഛനെ മാത്രം ഇഷ്ടം, എന്റെ അച്ഛനെ മാത്രം. മോളെ സത്യം, ഈശ്വര, ഇങ്ങനെയൊക്കെ ദൈവമേ ഇതൊന്ന് അവസാനിപ്പിക്കാം. എന്താടി ഇതൊക്കെ? ജീവിതം തകർന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.